വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്നിം നിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്നിം നിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള ഒരു റുട്ടീനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തോരം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അപ്പോൾ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് കൂടുതൽ അലമ്പാണ്, അപ്പോൾ എന്തോരം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു 10-11 മണിയായിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാവരും കുളിപ്പിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് വേണം കേട്ടോ എനിക്കിനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ രാവിലെ തന്നെ ഇതാ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മേലിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഇതാണ് കേട്ടോ. വീടിൻ്റെ കോലം കിടക്കുന്നത് ഇങ്ങനെയാണ്. കാരണം 2 ദിവസമായിട്ട് തീരെ പാടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വീട് ആകെ മെനകേടായി കിടക്കാൻ കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വൃത്തികേടായിട്ട് വീട് കിടക്കുന്നത്. സാധാരണ അടുക്കളയൊക്കെ നല്ല പോലെ ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ കിടക്കുള്ളൂ. എന്നാലും എനിക്ക് കിടന്നാലും ഉറക്കം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ രാവിലെ വന്നപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണിനായിട്ടാട്ടോ ഞാൻ എണീറ്റ് വരുന്നത്. അപ്പോൾ വെള്ളം കുടിപ്പിക്കാനുള്ള ഒരു അംഗമാണ് കേട്ടോ ഈ കാണുന്നത്. വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാം ഇപ്പം മടിയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞു ഒരു വയസ്സ് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചോളും, കുഴപ്പമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഒട്ടും കഴിക്കുന്നില്ല കേട്ടോ. കണ്ട അടുക്കളയുടെ കോല ഇതാണ് കേട്ടോ. 2 ദിവസത്തെ ചോറ് വരെ ചീത്തായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ അടുക്കളയും വീടൊക്കെ ക്ലീൻ ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കാനും കൊടുക്കാനും ലേറ്റ് ആവും കേട്ടോ. ഇപ്പം തന്നെ സമയം 10 മണിയായിട്ടുണ്ട്, നോമ്പാണ്. അപ്പോൾ ആർക്കും ഒന്നും ഫുഡൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ടല്ലോ. ഇക്കാക്കും ഒന്നും ഉണ്ടാക്കേണ്ട, ഇക്കാക്ക് നേരെ ഓഫീസിലേക്ക് പോകുന്നതുകൊണ്ടിട്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കുന്നത്. കാരണം നോമ്പിനാളെ കുറച്ച് കൂടുതൽ നേരം നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ കുഞ്ഞിപ്പെണ്ണ് സാധാരണ സമയത്ത് തന്നെ രാവിലെ തന്നെ എണീക്കും കേട്ടോ. പക്ഷേ റൂമിലിരുന്ന് കളിച്ചോളും. ഞാനും ഇതാപ്പി നല്ലോണം കിടന്നുറങ്ങേ. പിന്നെ രാവിലെ ഒന്നും കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ആ കൂട്ടത്തിൽ നേതാപ്പി എണീറ്റ് വന്നിട്ടുണ്ട്. നേതാപ്പി ബ്രഷൊക്കെ ചെയ്തിട്ട് കുഞ്ഞിപ്പെണ്ണിന് കുറുക്കുണ്ടാക്കാൻ കേട്ടോ. എന്നെ നല്ല പോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ആരുമില്ലെങ്കിൽ. അപ്പം കുഞ്ഞിപ്പെണ്ണിന് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഞാൻ നേതാപ്പിക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം എനിക്കും നോമ്പില്ല, അവൾക്കും നോമ്പില്ല, ഞങ്ങൾക്ക് ആർക്കും നോമ്പില്ല കേട്ടോ. ഇക്കാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പ്. അപ്പോൾ ഒറ്റയ്ക്കാവുന്ന ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചൂടാക്കി അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നെതാപ്പിക്ക് വേണ്ടി പഴം പുഴുങ്ങിയതാണ്, പക്ഷെ അവൾ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാനും നെതാപ്പിയും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകുന്ന ഇതിലാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഗ്യാസ് കയറി ഞാൻ തന്നെ പിന്നെ ആകെ കിടപ്പിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി അടുക്കളയെല്ലാം ക്ലീനാക്കാം. സാധാ അടുക്കള ക്ലീനാക്കാണ്ട് ഞാൻ കിച്ചണിൽ ഒരു കാര്യം ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇനി പിള്ളേർക്ക് ഇനി വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ വേഗം അതൊക്കെ ചെയ്തിട്ട് ഇനി അടുക്കള ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുഞ്ഞിപ്പെണ്ണിനും കുറുക്കെല്ലാം കൊടുത്ത് 2 എണ്ണത്തിന് ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് കുളിപ്പിക്കാൻ കയറ്റിട്ടോ. പിന്നെയുള്ള വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ടോ. പെണ്ണ് ഉറങ്ങിയപ്പോൾ ഞാനും കൂടെ കിടന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2-3 മണിയായി ഫുഡെല്ലാം കഴിച്ചപ്പോഴും. അങ്ങനെ ഇതാ വൈകുന്നേരം എണീറ്റ് പിന്നെയും കുഞ്ഞിപ്പെണ്ണിന് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ഇനി വൈകുന്നേരം നമ്മുടെ നോമ്പ് തുറയുടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന കനിക്കാക്ക് നോമ്പാണല്ലോ. അപ്പോൾ വരുമ്പോൾ എന്തെങ്കിലും നാസ്തയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പെട്ടെന്ന് 5:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം മിക്സിയിൽ ഞാൻ വേഗം ആക്കുകയാണേ. സമയം തീരെ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ഞങ്ങളുടെ മിക്സി എല്ലാം അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാവുമ്പോൾ എല്ലാം അതിൽ തന്നെ നമുക്ക് ആക്കാം. അപ്പോൾ സവാള അരിയലും പൊടി കൊഴിക്കലും എല്ലാം അതിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും പൂരി ഉണ്ടാക്കാൻ നിൽക്കാക്കട്ടെ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാളയ്ക്ക് ഇനി ഇരുന്ന് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വഴുകും. പിന്നെ അറിയാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് അതൊക്കെ വന്ന് ആകെ അലമ്പാക്കും കേട്ടോ. അങ്ങനെ ഞാൻ മിക്സിയിലാകുമ്പോൾ നമുക്കതൊന്നും പാടില്ലല്ലോ. ഒരു മിക്സി തന്നെ നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. ഇങ്ങനെ ബ്ലേഡുകൾ മാറ്റി മാറ്റി ഇട്ടാൽ മതി. അങ്ങനെ സവാള അരിഞ്ഞ് ഞാൻ വാട്ടാൻ വേണ്ടി അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പൂരിക്കുള്ള പൊടിയും കൂടി ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാവും കൂടി കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊന്നിനും അളവില്ല കേട്ടോ. ഞാൻ അളവ് എടുത്തിട്ടില്ല കേട്ടോ ഒന്നും ചെയ്യുന്നത്. എനിക്കൊരു മനസ്സിനൊരു തൃപ്തി തോന്നുന്ന വരെ ഞാൻ പൊടിയിടും. അതിപ്പോൾ ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും ശരി കേട്ടോ. എനിക്കൊന്നിനും അളവില്ല കേട്ടോ. അപ്പോൾ അതായത് സ്പൂണിന് നമ്മൾ ഈ മിഷ്യത്തിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ട് വേറൊരു സംഭവം ഇട്ട് അതിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പൊടി ഇടുന്നത്. പിന്നെ അത് സാധാരണ നമ്മൾ മൂടിയിടുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളം കേട്ടോ. ആദ്യം മൊത്തം നമ്മൾ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുക കേട്ടോ. അതിനിടയിലാണ് ഞാൻ വിചാരിച്ചത് വെള്ളം കുടിക്കാൻ തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടില്ല. അതിനിടയിൽ ഞാൻ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പോയി.
കുഞ്ഞിപ്പെണ്ണിന് അതിൻ്റെ ഇടയിൽ കുറുക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. എനിക്ക് വേറെ വീഡിയോ എടുത്തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. പക്ഷേ വീട് അധികം വൃത്തിയേടാവാൻ്റെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പച്ചക്കറി അരിയാനും ഇതുപോലെ പൊടി വാട്ടാനും എല്ലാത്തിനും പറ്റിട്ടത് ഈ ഒരു പാത്രം മാത്രമേ നമുക്ക് കഴുകേണ്ട വരുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ പൊടി ഇങ്ങനെ ആയിക്കിട്ടു കേട്ടോ. നമ്മൾ കൈ കൊണ്ട് എത്ര കൊഴിച്ചാലും ഇത്ര സോഫ്റ്റായിട്ട് കിട്ടൂല കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് കൊഴിഞ്ഞ് കിട്ടും കേട്ടോ. എത്ര നമുക്ക് കൈ കൊണ്ട് കൊഴിച്ചാലും നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മിക്സി മാറ്റിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ മിക്സി ആയല്ലോ, ഇനി ഷമാമും ജ്യൂസും കൂടി അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ അടിക്കുന്നതിൻ്റെ ഇടയിൽ ഷമാം ഇരിക്കണ്ടായിരുന്നു കേട്ടോ. പകുതി മുക്കാലും ചീത്തായിപ്പോയി. കുറച്ച് നല്ലത് മാത്രം ഞാൻ എടുത്ത് കട്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട പാലിട്ടിട്ട് അതും കൂടി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ടോ. ഭൂരി പിന്നെ കഴിക്കുന്ന സമയമാകുമ്പോഴാണ് കേട്ടോ ചുടുന്നത്. പിന്നെ നെതാപ്പിനെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടോ. എനിക്ക് പാത്രങ്ങളൊന്നും കഴുകി വെക്കേണ്ടി വന്നില്ല, കാരണം ഇത്രയും പണി ചെയ്തിട്ടും അടുക്കളയിൽ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാത്രങ്ങളെല്ലാം നെതാപ്പി എനിക്ക് കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കുറച്ച് നേരം കൊച്ചിനെ നോക്കുമ്പോൾ കണ്ടോ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ മുട്ടക്കറിയുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുക്കളയിൽ പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. 5:30 അടുക്കള കയറിയതാണ്. പക്ഷേ 6 മണിക്ക് മുമ്പ് തന്നെ എല്ലാം 10-15 മിനിറ്റ് കൊണ്ടിട്ടാണ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെതാപ്പി കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി ഇതേ പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ കുറച്ച് നേരം അപ്പുറത്ത് നമ്മുടെ സഹാറയായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആ ഗേറ്റിലൊക്കെ പിടിച്ച് അങ്ങോട്ട് കയറുവാണ്. ഇക്കാക്കയാണെങ്കിൽ നല്ല നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്ത് അങ്ങ് നേരെ വീട്ടിലേക്ക് കയറി. പിന്നെ നോമ്പെല്ലാം തുറന്നിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇക്കാക്ക പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് വന്നപ്പോൾ നാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂരി പൊരിക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല പണി വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണ അടുക്കളയിൽ കയറി ആരും നോക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കാക്ക നെതാപ്പി അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിപ്പെണ്ണ അടുക്കളയിൽ വന്ന് ചില്ലിൻ്റെ പാത്രം താഴെ ഇട്ട് അവിടെ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ ഒരു കണക്കിന് ഞാൻ വേഗം ഭൂരി പൊരിച്ചെടുത്ത് പിന്നെ അതെല്ലാം വാരി കളയിലൊരു ടാസ്ക് അറിഞ്ഞിട്ടോ. അങ്ങനെ അതെല്ലാം വാരി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു പണി ചെയ്തുകൊണ്ടിരിക്കൽ അടുത്ത പണി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കേട്ടോ. നോക്കാൻ എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കും. ഇക്കാക്ക ഒട്ടും വയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉറങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ഉപ്പും മുളകിട്ട് കൊണ്ടുപോയപ്പോൾ ഉറങ്ങാൻ കിടന്ന ആൾ വേഗം എണീറ്റ് അതൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടല്ല.